ബിഗ് ജോം ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ ചെന്നൈയിൽ ദുരിതം തുടരുന്നു. വില്ലിവാക്കം സിഡ്കോ നഗറിൽ 24 സംഘമുണ്ട്. രോഗികളെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഈ വില്ലിഭാഗത്തെ സിഡ്കോ നഗറിലെ 49ാമത്തെ തെരുവിലൊരു വീട്ടിലാണ് നമ്മളുള്ളത്. വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ പങ്കുവെക്കാനുള്ളത്. ഇദ്ദേഹം അസുഖബാധിതനായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സമാനമായി ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. താഴെ മുഴുവൻ വെള്ളമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴെ മുഴുവൻ വെള്ളമാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ പോലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. நைட்டு 3 மணிக்கு 1:30 மணிக்கு தண்ணி வந்துச்சு வீட்டில். இந்த நைட்டு 3 மணிக்கு ஹெல்ப்பு கூட ஆள் இல்லை. இவங்க இப்போ எங்கள் மேலே வீட்டில் 2-3 பேரை கூப்பிட்டு அப்படியே தூக்கிட்டு வந்து கட்டில் இருந்தாந்து போட்டு அப்புறம் அவரையும் கொண்டாந்து போட்டு அப்படியே ஒரு மாதிரியா ആയിട്ടാർ. ഇപ്പോൾ ഈ താമസിക്കുന്ന വീട് ഇവർ നേരത്തെ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്നുമാണ് മുകളിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. മുകളിലെ മറ്റൊരാളുടെ വീടിന്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഇദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ ഒരു അവസ്ഥ ഒന്ന് നോക്കൂ. വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഒഴിഞ്ഞു പോകുന്ന നിലയിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനേക്കാൾ രൂക്ഷമാണ് മറ്റ് പലരുടെയും അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക് നമ്മൾ ഈ സിഡ്കോ നഗറിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 49ാമത്തെ ഈ സ്ട്രീറ്റാണ്. നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇത്രയധികം ഏറെക്കുറെ 40-ലധികം സ്ട്രീറ്റുകൾ സമാനമായ രീതിയിൽ വെള്ളക്കെട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു നിലയാണ്. எந்த பொருளும் கூட ஒரு பொருள் கூட உதவில்லை. எல்லா பொருளுமே போயிடுச்சு. எல்லாமே தண்ணியில் மிதக்குது. குழந்தைங்கள வச்சுட்டு கஷ்டப்பட்டுட்டு இருக்கோம். பக்கத்தில் தான் போய் தங்கிட்டு இருக்கிறோம். மேலே சாப்பாடு கிடையாது, தண்ணி ഇനി ഒരു വസതിയും கிடையாது. പകൽ സമയങ്ങളിൽ അവർ ഇവിടെ വീട്ടിലേക്ക് വരുന്നതാണ്. മറ്റ് സമയങ്ങളിൽ അതായത് രാത്രികാലങ്ങളിലൊക്കെ ഈ വെള്ളത്തിൽ നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് വലിയ തോതിലുണ്ട്. അങ്ങനെ ഇവർ മറ്റിടങ്ങളിലേക്കൊക്കെ പോയി താമസിച്ച് പകൽ സമയത്താണ് അവർ ഇവിടേക്ക് വരുന്നത്. ஃப்ரிட்ஜு, வாஷிங் மிஷின் எல்லாமே போயிடுச்சு. எதுவுமே கிடையாது. சாப்பிட அரிசி கூட கிடையாது. எங்களுக்கு ட்ரெஸ்லேருந்து எல்லாமே நனைஞ்சு போச்சு. ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണ വിതരണമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലും ആളുകളെ നോക്കിയാണ് നൽകുന്നത് എന്നൊരു ആരോപണം കൂടി എന്തായാലും ഇവർ ഉന്നയിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് തന്നെയാണ് ഈ വില്ലിവാക്കത്തെ സിഡ്കോ നഗർ എന്ന് പറയുന്ന മേഖല പോകുന്നത്. അസുഖബാധിതരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. ഇവർക്കൊന്നും തന്നെ പുറത്തിറങ്ങാനോ ഒന്നും തന്നെ പറ്റാത്തൊരവസ്ഥയിൽ വീടുകളിലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ നശിച്ച ഒരു നിലയിലാണുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്ക് പതിയട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വില്ലിവാക്കത്ത് സിഡ്കോ നഗറിൽ നിന്ന് ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24.